ഗൾഫ് രാജ്യങ്ങളിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ ഇറങ്ങുന്നു. ബഹ്റൈനിലെ സൽമാൻ തുറമുഖത്ത് കപ്പലുകൾക്ക് നേരെ ആക്രമണം. ഒരാൾ കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത വരുന്നു. 2 പേർക്ക് പരിക്കേറ്റു. ഇറാന്റെ 3 മിസൈലുകൾ തകർത്തുവെന്ന് കുവൈറ്റ് സ്ഥിരീകരിച്ചു. കുവൈറ്റിൽ നിന്ന് ഭക്ഷ്യ ഉൽപ്പന്ന കയറ്റുമതിക്ക് 1 മാസത്തേക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ ഇന്നും കൂട്ടത്തോടെ റദ്ദാക്കി. അതേസമയം ഇറാനെതിരെ ശക്തമായ നിലപാടുമായി അറബ് രാജ്യങ്ങൾ കൂടി രംഗത്തെത്തിയിട്ടുണ്ട്. നീതീകരിക്കാനാകാത്ത ആക്രമണമാണെന്നാണ് സംയുക്ത പ്രസ്താവനയിൽ പറയുന്നത്. സാധാരണക്കാരെയും കെട്ടിടങ്ങളെയും ലക്ഷ്യമിട്ടത് രാജ്യത്തിന്റെ പരമാധികാരത്തിലുള്ള കടന്നുകയറ്റമെന്ന് വിമർശനമുണ്ട്. അതിർത്തി കടന്നുള്ള നീക്കങ്ങൾക്ക് കനത്ത മറുപടി നൽകുമെന്നും മുന്നറിയിപ്പുണ്ട്. എസ് രഞ്ജിത്ത് UAE-യിൽ നിന്നും തത്സമയം ചേരുന്നു. അറബ് രാജ്യങ്ങളുടെ മുന്നറിയിപ്പ് അത് ഗൗരവത്തിൽ തന്നെ ഇറാൻ എടുത്തേക്കാം. പക്ഷേ ഇപ്പോഴും ഇറാനെതിരെ ഒരു സൈനിക നീക്കത്തിന് ഒരു അറബ് രാജ്യവും ശ്രമിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. എന്താണ് ഇപ്പോൾ UAE-യിലെ പൊതുവായിട്ടുള്ളൊരു സാഹചര്യം? പുറത്ത് ആളുകൾ ഇറങ്ങുന്നുണ്ടോ? ജീവിതം സാധാരണ നിലയിലാണോ? അതല്ല ആളുകൾ ഇപ്പോഴും സുരക്ഷിതമായി തന്നെ വീടിനുള്ളിൽ തന്നെയാണോ? പ്രത്യേകിച്ച് ദുബായിലും അബുദാബിയിലുമെല്ലാം സാധാരണ പോലെ ഓഫീസൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ? വാഹനങ്ങളൊക്കെ ഓടുന്നുണ്ടോ രഞ്ജിത്ത്? ഡോക്ടർ അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. ഇപ്പോഴും ജനജീവിതം ഒരു സാധാരണ നിലയിലേക്ക് എത്തി എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോഴും ഇവിടെ ഉള്ളത്. അതായത് പ്രവാസികൾ അടക്കമുള്ള ജനങ്ങൾ വലിയ തോതിലുള്ളൊരു ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇറാന്റെ ഭാഗത്ത് നിന്ന് ഏതു തരത്തിലുള്ളൊരു ആക്രമണം ഉണ്ടാകുന്നു എന്ന് അവർ ഭയപ്പെടുന്നു. ഇവിടെ ദുബായിയെ സംബന്ധിച്ച്, UAE സംബന്ധിച്ച് ഇന്നിവിടെ പ്രധാനമായും ഈ സ്വകാര്യ മേഖലകളിൽ ഇന്ന് വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ആളുകൾ പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം പൂർണ്ണമായും ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്നലെ ഇവിടെ വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തിയത്. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർ ഇന്ന് പുറത്തിറങ്ങേണ്ടതില്ല, അവർ വീട്ടിലിരുന്ന് തന്നെ ജോലി ചെയ്താൽ മതി എന്നൊരു ഉത്തരവ് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് കൂടുതലായി ആളുകളൊന്നും പുറത്തേക്ക് പോകുന്നില്ല, എല്ലാവരും വീട്ടിൽ തന്നെയാണ് ഉള്ളത്. നമുക്കിപ്പോൾ റോഡിലൊക്കെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും, സാധാരണ ഇന്ന് വലിയ തിരക്ക് പിടിച്ച ഒരു സാഹചര്യം ഉണ്ടാകേണ്ടതാണ്. പക്ഷേ നിലവിൽ നമ്മൾ കാണുമ്പോൾ റോഡിലൊക്കെ വാഹനങ്ങൾ തിരക്കുറവാണ്. ഒപ്പം തന്നെ റോഡുകളിൽ അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിലൊക്കെ ആളുകളെ വലിയ തോതിൽ കാണുന്ന ഒരു സാഹചര്യവും നിലവിലില്ല. ഒപ്പം തന്നെ മെട്രോ അടക്കമുള്ള പൊതുഗതാഗത സർവീസുകളിലും ആൾക്കാരുടെ വലിയ തോതിലുള്ള ഒരു തിരക്ക് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ജനങ്ങൾ ഇപ്പോഴും വലിയ തോതിൽ ആശങ്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നതാണ്. അതേസമയം ഇവിടെ ആഭ്യന്തര മന്ത്രാലയവും ഭരണകൂടവും ആവർത്തിച്ച് ജനങ്ങളോട് പറയുന്നുണ്ട്, ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, സുരക്ഷയുടെ ഭാഗമായിട്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ്. ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നത് സുരക്ഷയുടെ ഭാഗമാണ് എന്ന് ആഭ്യന്തര മന്ത്രാലയം ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു ആശങ്ക ജനങ്ങളിൽ നിന്ന് മാറിയിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ നടപടികൾ, ശക്തമായ സുരക്ഷാ നടപടികളാണ് UAE ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇന്നലെ രാത്രിയും വീണ്ടും സുരക്ഷാ മുന്നറിയിപ്പുകൾ UAE ഭരണകൂടം പുറത്തിറക്കുകയുണ്ടായി. അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പുറത്തു പോകണം, അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ്. അതിന്റെ ഭാഗമായിട്ട് കൂടി, അതായത് കൂടുതലായി ആളുകൾ പുറത്തേക്ക് പോകുന്നത്, പൊതുഗതാഗത സംവിധാനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നത് കുറയ്ക്കുക എന്നതടക്കമുള്ള ഒരു ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ഈ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തിയിരിക്കുന്നത്. UAE സംബന്ധിച്ച് സ്വകാര്യ മേഖലയിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ജോലി ചെയ്യുന്നത്. മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. രഞ്ജിത്ത്, ഒരു പ്രേക്ഷകൻ എനിക്ക് അബുദാബിയിൽ നിന്നൊരു മെസ്സേജ് അയച്ചിരിക്കുന്നു. അബുദാബിയിൽ ഇപ്പോൾ നോർമൽ ആയിട്ടുണ്ട്, ഒരു പ്രോബ്ലവും ഇല്ല, നോർമൽ ഡേ പോലെയാണ് എന്ന് ശരത്ത്. അതേപോലെ SRJ, നോർമൽ ഡേ പോലെയാണ് എല്ലാവരും ഇവിടെ അബുദാബിയിൽ നിൽക്കുന്നത്, അബുദാബിയിൽ മറ്റൊരു പ്രശ്നം തന്നെയൊന്നുമില്ല എന്ന് പറയുന്നു. നജീബ് നസീർ പറയുന്നു, ദുബായ് ഇപ്പോൾ ഓഫീഷ്യൽ ആണ്, ഇതാരാ ഈ റിപ്പോർട്ട് ഇങ്ങനെ ചെയ്യില്ലേ എന്ന് നജീബ് പറയുന്നു. എല്ലാവരുടെ കാര്യത്തിലുള്ള വർക്ക് ഫ്രം ഹോം ഉണ്ട്, സാധാരണ നിലയിലേക്ക് നോർമൽസിയിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. ആര് പറഞ്ഞു അബുദാബിയിലെല്ലാം നോർമലാണെന്ന്? ഞാൻ ഓക്കെ, മദൻ പറയുന്നു വെറുതെ ആളുകളെ പേടിപ്പിക്കരുത് എന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ വർക്ക് ഫ്രം ഹോം ഉള്ളവർക്ക് വർക്ക് ഫ്രം ഹോം ചെയ്യാം. വാഹനങ്ങളൊക്കെ നിരത്തുകളിലൂടെ പോകുന്നുണ്ട്, മെട്രോ സർവീസിലൊന്നും തടസ്സം നേരിട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ UAE-യിൽ പൊതുവേ അബുദാബിയിലും ദുബായിലും ഒക്കെ ജാഗ്രതാ നിർദ്ദേശമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കുവൈറ്റിൽ ഇപ്പോൾ ശബ്ദവും സൈറണും കേൾക്കുന്നുവെന്ന് അനന്യ കൃഷ്ണ കൂടി പറയുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ രാജ്യത്തെ ചില പ്രേക്ഷകർ പറയുന്നത് അബുദാബിയിലൊക്കെ കാര്യങ്ങൾ നോർമൽസിയിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. ഓഫീസിലേക്ക് പോകേണ്ടവർക്ക് പോകാം, അതിന് തടസ്സമൊന്നുമില്ല. പബ്ലിക് മെട്രോ സംവിധാനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. വിമാന സർവീസുകൾ മാത്രമാണ് ഇപ്പോൾ പ്രധാനമായിട്ടും നിർത്തിവെച്ചിരിക്കുന്നത് അല്ലേ? കടകമ്പോളങ്ങളൊക്കെ തുറന്നു തന്നെ നിൽക്കുകയല്ലേ? സൂപ്പർ മാർക്കറ്റുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ അല്ലേ? സാധാരണ നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രേക്ഷകരെ അല്ലെങ്കിൽ നമ്മുടെ പ്രവാസികളെയോ അല്ലെങ്കിൽ നാട്ടിലുള്ള അവരെ കുടുംബങ്ങളെയോ ആശങ്കപ്പെടുത്തുന്നതിന് വേണ്ടി പറയുന്നതല്ല.
ഒരു തരത്തിലും ആശങ്ക വേണ്ട എന്ന് അവരോട് നമ്മൾ ആവർത്തിച്ച് പറയുന്നു. ഇവിടുത്തെ ഭരണകൂടവും പലതവണ ആവർത്തിച്ച് പറയുന്നുണ്ട്, ഒരു തരത്തിലുള്ള ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല, രാജ്യം സുരക്ഷിതമാണ്, നിങ്ങൾ സുരക്ഷിതരായി തന്നെ ഇരിക്കൂ എന്ന് ഭരണകൂടം ആവർത്തിച്ച് പറയുന്നുണ്ട്. അതേ കാര്യം തന്നെ ഞങ്ങൾ പ്രേക്ഷകരോടും ഇവിടുത്തെ പ്രവാസികളോടും നാട്ടിലുള്ള അവരുടെ കുടുംബങ്ങളോടും പറയുന്നുണ്ട്, ഒരു തരത്തിലുള്ള ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല. പക്ഷേ ജനങ്ങൾക്കുള്ളിൽ ഒരു ആശങ്കയുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ അതുകൊണ്ടാണ് വർക്ക് ഫ്രം ഹോം അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെ ഏർപ്പെടുത്തുന്നത്. പൊതുഗതാഗത സംവിധാനങ്ങൾ പതിവ് പോലെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. മെട്രോ പ്രവർത്തിക്കുന്നുണ്ട്, ബസ് സർവീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്, ടാക്സി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഈ മെട്രോയിലൊന്നും വലിയ തോതിലുള്ള ഒരു തിരക്കില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഒപ്പം തന്നെ ബസ് സർവീസുകളിൽ ബസ്സിലും നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് വലിയ തോതിലുള്ളൊരു ആൾക്കാരില്ല, റോഡിൽ വലിയ തോതിലുള്ള ഒരു തിരക്കില്ല, അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഒരു തരത്തിലുള്ളൊരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല എന്ന് നമ്മൾ വീണ്ടും ആവർത്തിച്ച് പ്രേക്ഷകരോട് പറയുന്നു, പ്രവാസികളോട് പറയുന്നു, നാട്ടിലുള്ള അവരുടെ കുടുംബങ്ങളോട് പറയുന്നു. നിലവിൽ ശാന്തമാണ് ഇവിടുത്തെ സാഹചര്യങ്ങൾ. അബുദാബിയിൽ ഇന്നലത്തെ ഒരു സാഹചര്യം നമുക്കറിയാം. ഇന്നലെ രാവിലെ ഈ ദുബായിലെ ജനങ്ങളൊക്കെ ഉണർന്നത് വലിയ തോതിലുള്ള സ്ഫോടന ശബ്ദങ്ങൾ കേട്ടുകൊണ്ടാണ്. അതിന് പിന്നാലെ തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടായി. വിവിധ സ്ഥലങ്ങളിൽ തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. അബുദാബിയിൽ ആക്രമണമുണ്ടായി, ദുബായിയുടെ വിവിധ സ്ഥലങ്ങളിൽ ആക്രമണമുണ്ടായി. ഇതൊക്കെ ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യം അത്തരത്തിലൊരു സാഹചര്യമല്ല. ഇപ്പോൾ ഒരു ശാന്തമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ക്രമേണ UAE നീങ്ങുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പക്ഷേ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുന്ന ജനങ്ങൾ അല്ലെങ്കിൽ നമ്മളെ വിളിക്കുന്ന സുഹൃത്തുക്കളൊക്കെ പറയുന്നത് അവരുടെ മനസ്സിലൊരു ആശങ്കയുണ്ട്, വീണ്ടും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു ആക്രമണം ഉണ്ടാകുമോ എന്നൊരു ആശങ്ക മാത്രമാണ് നിലനിൽക്കുന്നത്. പക്ഷേ ഭരണകൂടം തുടർച്ചയായി ആവർത്തിച്ച് ജനങ്ങളോട് പറയുന്നുണ്ട്, ഒരു തരത്തിലുള്ള ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല, നിങ്ങൾ സുരക്ഷിതരായിരിക്കൂ എന്ന് ഭരണകൂടം ആവർത്തിച്ച് പറയുന്നു. ആ ഭരണകൂടം പറയുന്ന അതേ കാര്യം ഞങ്ങൾ പ്രേക്ഷകരോടും പറയുന്നു, ഒരു തരത്തിലുള്ള ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല, നിങ്ങൾ സുരക്ഷിതരായിരിക്കൂ എന്ന് തന്നെയാണ്.